inverse trigonometry function theory and the graph, the inverse trigonometry functions, the domain, range, properties. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. പ്രോബ്ലം ഇല്ല, കംപ്ലീറ്റ് തിയറി പാർട്ട് ഓൺലി. ഓക്കെ, ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, y is equal to sine inverse x or f of x is equal to sine inverse x, where x belongs to closed interval -1 1. ഇപ്പോൾ എക്സ് ആക്സിൽ -1 1 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ എക്സ് വേരി ചെയ്താൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ൽ എക്സ് വേരി ചെയ്താൽ ഗ്രാഫ് വരുന്നത്, സീ ദിസ് ഗ്രാഫ് ഈസ് ഫ്രം -π/2 to π/2. ഓക്കെ, അപ്പോൾ y belongs to and y belongs to, അങ്ങനെയാണെങ്കിൽ ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. y belongs to -π/2 to π/2. ഓക്കെ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് എഫ് ഇൻവേഴ്സ് എക്സിൻ്റെ ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ, സി ദി സൈൻ എക്സ്. അപ്പോൾ ഈ സൈൻ എക്സിന് -1 1ൽ ഈ സൈൻ എക്സിന് ഒരു കർവ് നമുക്കിവിടെ കാണാൻ പറ്റും, -1 1ൽ. ഓക്കെ, അപ്പോൾ ഈ -1 1ൽ ഈ സൈൻ എക്സിന് ഒരു -1 1 എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സൈൻ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രം, ഇവിടെ ഈ എക്സ് ആക്സിസിൽ നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് റേഡിയൻ മെഷർ അല്ല, അതിൽ -1 -2 അങ്ങനെയാണ്, പൈ വെച്ചിട്ടല്ല ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ -1നേക്കാൾ ഇവിടെ ഒരു π/2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ തൽക്കാലത്തേക്ക് അത് ഉപയോഗിച്ചിട്ടില്ല, നേരെ y ആക്സിലാണ് ആ ഒരു മെഷർമെൻറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി നോക്കൂ, ഈ y is equal to x എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്താൽ, ഈ y is equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിനെ ബേസ് ചെയ്തിട്ട് ഇതൊരു മിററായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്ന, അതായത് ഈ ഗ്രീൻ കർവിൻ്റെ മിറർ ഇമേജ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന y is equal to സൈൻ ഇൻവേഴ്സ് x എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി, അതൊരു ഹയർ ലെവലിലുള്ളൊരു കാര്യമാണ്. ഓക്കെ, second one is y is equal to cos inverse x. Here domain, that is x belongs to -1 1. Okay, x domain, x belongs to -1 1, and range y belongs to 0 π. Okay, see this graph, this is the graph of y is equal to cos inverse x. X is in between, x varies in between -1 and 1. So x ആക്സിലെ -1 നും 1 നും ഇടയ്ക്കാണ് x വേരി ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ കിട്ടുന്ന y വാല്യൂ നോക്കൂ, 0 മുതൽ π വരെയാണ് y വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഗ്രാഫ് ഓഫ് cos inverse x. now cos xന്റെ ഗ്രാഫ് നോക്കുക. ഈ cos xന്റെ ഗ്രാഫിൽ അതിനെ y is equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. y is equal to x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ cos x എന്ന് പറയുന്ന ഗ്രാഫിനെയും cos inverse x എന്ന് പറയുന്ന ഗ്രാഫിനെയും ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, തേർഡ് വൺ ഈസ് y is equal to tan inverse x. Its domain is the set of real numbers. Domain is equal to set of real numbers. Set of real numbers. And range of tan inverse x is equal to open interval -π/2 π/2. See this graph, f of x is equal to tan inverse x. ഇതിൽ എക്സിൻ്റെ വാല്യൂ, എക്സ് ചൂസ് ചെയ്യുന്നത് നോക്കൂ, എക്സ് ചൂസ് ചെയ്യുന്നതിന് ഒരു
x can be any real number. See, no, x ഏത് റിയൽ നമ്പർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ, മാക്സിമം ഫംഗ്ഷൻ വാല്യൂ ദാറ്റ് ഈസ് ബിലോ π/2, ഈ π/2 താഴെയും -π/2 മുകളിലേക്കും ആയിരിക്കും. സോ ഇറ്റ് ഈസ് നെവർ ബിക്കം ഈസ് ഈക്വൽ ടു π/2. ഇത് π/2 ആകത്തില്ല. ഉണ്ടോ? ഈ ഗ്രാഫ് π/2 ടച്ച് ചെയ്യില്ല. π/2 എന്ന് പറയുന്ന പോയിന്റിൽ ഒരിക്കലും എത്തില്ല. സോ അതുകൊണ്ടാണ് നെഗറ്റീവ് π/2 എന്ന് പറയുന്നതായിട്ട് അതിൻ്റെ റേഞ്ച് എഴുതുന്നത്. ഓക്കെ, സോ റേഞ്ച് ഓഫ് ദിസ് tan inverse x is -π/, ഓപ്പൺ ഇന്റർവൽ -π/2 π/2. ഇനി ഈ tan x-ന്റെ ഗ്രാഫ് കൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നടത്താം. tan x-ഉം tan inverse x-ഉം. tan x എന്ന് പറയുന്നത് ഗ്രീൻ കർവാണ്. f of x is equal to tan x എന്ന് പറയുന്നത്. tan inverse x is the pink. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ ഒരു കർവിൻ്റെ പ്രോപ്പർട്ടി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, next fourth one is graph of y is equal to cot inverse x. So what is the domain of this function? Domain of cot inverse x is, domain is equal to set of real numbers and range is equal to closed interval 0 pi. Okay, so graph of this function, this is the point 0 pi x-axis. Okay, we draw a straight line or this dotted line represent y is equal to pi, and the graph of this cot inverse x is like this. Okay, this is the point, middle point. So this is the graph of this point is π/2. Okay, so domain is the set of real numbers and range is the open interval 0 pi. അപ്പോൾ പൈയിലെത്തില്ല, 0 ആവത്തില്ല. ഇതിങ്ങനെ പോവും. Okay, now the fifth one is y is equal to sec inverse x. Okay, see domain, see from this figure, from this graph, ഇതിൽ ഡൊമൈൻ എന്ന് പറയുന്നത് നമുക്ക് x -1 1 ഒഴികെയാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ സെറ്റിൽ നിന്നും ഓപ്പൺ ഇന്റർവൽ -1 1 മാറ്റുക. ഓക്കെ, then what is the range? റേഞ്ചിൽ π/2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഗ്രാഫിന് അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ π/2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാൻ മീൻസ് ഇതിന് π/2 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടാകത്തില്ല എന്നാണ്. അപ്പോൾ ഇതിന് റിയൽ നമ്പർ സെറ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ 0 പൈയിൽ നിന്ന് ഗ്രാഫ് വരുന്ന റീജിയൻ 0 പൈ ആണ്. 0 പൈയിൽ നിന്ന് π/2 മൈനസ് ചെയ്യാം. 0 പൈ മൈനസ് സെറ്റ് π/2. Okay, so this is the graph. ഇത് 1ൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ട് π/2 ആവില്ല. 0ൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ട് π/2 ആവില്ല. അതേപോലെ തന്നെ പൈയിൽ നിന്ന് ഡിക്രീസ് ചെയ്ത്
പൈ ബൈ ടു ആവില്ല. പൈ ബൈ ടുയിലേക്ക് അടുക്കുന്നു, ബട്ട് പൈ ബൈ ടു ആവില്ല. സോ ദിസ് ഈസ് ദി ഗ്രാഫ് ഓഫ് y is equal to sec inverse x. And the last one, y is equal to cosec inverse x. Sixth one is y is equal to cosec inverse x. Y equal to cosec inverse x. So domain is r minus open interval minus 1 1, and range is minus pi by 2 pi by 2, closed interval minus pi by 2 minus pi by 2 minus set 0. So ഇവിടെ ഈ ഗ്രാഫിൽ ഈ റെഡ് റീജിയൻ, റെഡ് കർവാണ് നമ്മുടെ കൊസീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഗ്രാഫിൻ്റെ വാല്യൂ ഈ എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്നില്ല, മീൻസ് ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ടാണ് ആ 0 അവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ഓക്കെ, ഇനി ഡൊമൈൻ എടുക്കുന്നത് ഈ -1 1ൽ നിന്നും -1 1ൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ -1 1ൽ ഈ ഗ്രാഫിന് വാല്യൂ കാണില്ല. ഈ -1 1 എന്ന് പറയുന്ന റീജിയണിൽ ഈ കർവ് ഇല്ല, റെഡ് കർവ് ഇവിടെ കാണാൻ പറ്റത്തില്ല. സോ -1 1 ഒഴികെ ആണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഫംഗ്ഷനും അതിൻ്റെ ഗ്രാഫും അതിൻ്റെ പ്രോപ്പർട്ടീസും. ഓക്കെ, see the domain and range of the inverse trigonometric function. It's a very important topic. നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡൊമൈൻ. Here is the domain and here is the range. Okay, so sine inverse is from -1 1 to minus pi by 2 pi by 2, closed interval. Cos inverse is a function from -1, domain is -1 1 and range is 0 pi. And cosec inverse is from, domain is r minus open interval -1 1 to closed interval minus pi by 2 to pi by 2 minus 0. Okay, now sec inverse, domain is same as of cos inverse. Cos inverse ന്റെ sec inverse ന്റെ domain same ആണ്. അതുപോലെ സൈൻ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ സെയിം ആണ്. കൊസീക് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് ഡൊമൈൻ സെയിം ആണ്. ടാൻ ഇൻവേഴ്സ് കോട്ട് അതങ്ങനെ ഓർത്ത് വെക്കുക, ഡൊമൈൻ സെയിം ആണ്, ആർ ആണ്. റേഞ്ചിനാണ് മാറ്റം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. സി ദ ഫസ്റ്റ് വൺ ഹാസ് 3 parts. Sine inverse of 1 by x. Sine inverse of 1 by x is equal to cosec inverse x. X greater than or equal to 1 or x less than or equal to -1. Now second one, cos inverse of 1 by x is equal to sec inverse x. Okay, x greater than or equal to 1, x greater than or equal to 1 or x less than or equal to -1. Now third one is tan inverse of 1 by x, that's equal to cot inverse x comma x greater than 0. So this is the first property. See the second one. First property is sine inverse of minus x is equal to minus sine inverse x. Okay, where x belongs to closed interval -1 1. രണ്ടാമത്, tan inverse of minus x is equal to minus tan inverse x, where x is the set of real numbers. Now third property, cosec inverse of negative x is equal to minus cosec
inverse x mod x greater than or equal to 1. Mod x greater than or equal to 1 means x greater than or equal to 1 or x less than or equal to minus 1. Okay. So that is the second one. ഇതിനോട് ഒപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട അടുത്ത 3 റിസൾട്ടാണ് ഇത്. ഇതേപോലെ തന്നെ നമുക്ക് 3 അടുത്ത ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഉണ്ട്. അത് ഒരെണ്ണം കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് നെഗറ്റീവ് എക്സ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് where x belongs to closed interval minus 1 1. Second one, sec inverse of negative x is same as pi minus sec inverse of x where x mod x greater than or equal to 1. Okay, അത് sec inverse x ന്റെ ഡൊമൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തത് തേർഡ് വൺ, cot inverse of negative x is equal to pi minus cot inverse x where x belongs to set of real numbers. So that is the third property. Now the fourth one, first one is sine inverse x. ഇതൊക്കെ നമ്മൾ ഡിഫറൻസിയേഷനിൽ കാൽക്കുലസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. cos inverse x is equal to pi by 2 where x belongs to closed interval minus 1 1. രണ്ടാമത് tan inverse x plus cot inverse x is equal to pi by 2. ഇപ്പോൾ tan inverse x ആയതുകൊണ്ട് x റിയൽ നമ്പർ ആണ്. ഓക്കെ, തേർഡ് വൺ sec inverse x plus cosec inverse x pi by 2 ആണ്. sec inverse x ആയതുകൊണ്ട് mod x greater than or equal to 1 ആണ്. So that is the fourth property of the inverse trigonometric function. Okay, see the fifth one. അതിൽ first part, tan inverse x plus tan inverse y is equal to tan inverse of x plus y divided by 1 minus xy. Okay, here this product xy should be less than 1. ഇതിൻ്റെ രണ്ടാമത്തെ tan inverse x minus tan inverse y is equal to tan inverse of x minus y divided by 1 plus xy. Okay, where xy greater than minus 1. Okay, so that is the fifth one. Now property number 6, first one, 2 tan inverse x can be written in terms of sine inverse 2x divided by 1 plus x square where mod x is less than or equal to 1. Second one, 2 tan inverse x can be written in cos inverse in terms of cos inverse as 1 minus cos inverse of 1 minus x square by 1 plus x square comma x greater than or equal to 0. Now third one, 2 tan inverse x is equal to tan inverse of 2x divided by 1 minus x square where minus 1 less than x less than 1. So these are the 6 properties of inverse trigonometric functions. ഇതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ചെയ്യുന്നതിന് ആവശ്യമായ കുറച്ച് ഫോർമുല കൂടിയുണ്ട്. അത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, now the next property, sine inverse of sine theta is equal to theta where theta belongs to minus pi by 2 to pi by 2. Okay, next is cos inverse of cos theta
is equal to theta, where theta belongs to closed interval 0 pi. Tan inverse of tan theta equal to theta, where theta belongs to open interval minus pi by 2 pi by 2. Cosec inverse of cosec theta is equal to theta, where theta belongs to minus pi by 2 to 0, minus pi by 2 to pi by 2 ൽ നിന്ന് ഏത് മാറ്റുക, 0 മാറ്റുക. ഓക്കെ. Now sec inverse of sec theta is equal to theta, where theta belongs to 0 pi ൽ നിന്ന് pi by 2 മാറ്റുക. 0 pi minus pi by 2. Okay. Now cot inverse of cot theta is equal to theta, where theta belongs to 0 pi. Similarly, നമുക്ക് ഇതേപോലെ തന്നെ sin of sin inverse x. Sin of sin inverse x is equal to x ആണ്. X belongs to closed interval minus 1 1. Cos of cos inverse x is equal to x. X belongs to minus 1 1. Tan of tan inverse x is equal to x. X belongs to set of real numbers. Cosec of cosec inverse x is equal to x. X belongs to r minus open interval minus 1 1. Okay. Now sec inverse x is equal to x, where x belongs to r minus 1 1. Okay. Last is cot of cot inverse x, x തന്നെയാണ്, where x belongs to set of real numbers.